ഓവൻ ഇല്ലാതെ നമുക്ക് എങ്ങനെ ബർഗർ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ഷെഫ് സലീം പറയുന്നത്. ബർഗർ സമയം ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് ഒന്ന് ചൂടാക്കണം, ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്നത് വരെ. അപ്പോൾ ആ കുബൂസിൻ്റെ പച്ച അങ്ങ് മാറും. അതിനുശേഷം ഒന്ന് ചെറുതായിട്ട് ചൂടാവണം. ഏകദേശം ഒരു എത്ര മിനിറ്റോളം? 2 മിനിറ്റ് 3 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. നല്ല ചൂടുള്ള ചട്ടിയാണ്. ഒരു 3 മിനിറ്റോളം ചൂടുള്ള ചട്ടി പെട്ടെന്നാവും. ബന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ചുവന്ന കളർ വരുമ്പോഴത്തേനും അത് മാറ്റണം, ചൂടാക്കാൻ വെക്കണം എന്നാണ് പറയുന്നത്. ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ ഇതിനെ മാറ്റാം. അപ്പോൾ ആ കുബൂസിൻ്റെ പച്ചപ്പങ്ങ് മാറും, നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഈ ബർഗർ എത്ര മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം? നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. ഓവനില്ലാതെ നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് തവയിൽ ദോശക്കല്ലിൽ, വലിയ ദോശക്കല്ലുണ്ടെങ്കിൽ അത് ചെറിയ ദോശക്കല്ല്, അല്ലെങ്കിൽ ഫ്രൈ പാനിലുണ്ടെങ്കിലോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബർഗറിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ബർഗറിന് വേണ്ടത് ലഹം ബർഗർ അല്ലെങ്കിൽ ദിജാജ് ബർഗർ. ഇപ്പോൾ നാട്ടിലെ ബർഗർ കുബൂസ് വേണം. നാട്ടിൽ എങ്ങനെയാണ് ഇതിനെ? ഇപ്പോൾ നാട്ടിൽ പോയി സുലഭമായി കിട്ടുന്ന സാധനമാണല്ലോ. ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഈ എല്ലാ ബർഗറുകളിലും കിട്ടുന്നതാണ്. ബർഗറും കിട്ടും, ബർഗർ ബന്നും കിട്ടുന്നുണ്ട്, ബർഗറും കിട്ടുന്നുണ്ട് റെഡിമെയ്ഡ്. അപ്പോൾ അത് വാങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ ഓവനില്ലാത്ത നമുക്ക് ആൾക്കാർക്ക് വേണ്ടി, ഇപ്പോൾ അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ഏതാണ് ഈ നമ്മുടെ ബർഗറിന് ഉപയോഗിക്കുന്ന മീറ്റ്? ഏതാണ്? ചിക്കൻ ആണോ മട്ടൺ ആണോ? അത് എന്ത് ആളുകളുടെ ഇഷ്ടാനുസരണം. ചിക്കൻ നമ്മൾ യൂസ് ചെയ്യുന്ന മീറ്റ് ഏതാണ്? ചിക്കനും ഉണ്ട്, ബീഫും ഉണ്ട്. ചിക്കനും ഉണ്ട്, ബീഫും ഉണ്ട്. ബീഫല്ല മട്ടൺ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ അതിപ്പം ഇതാണ്. നമ്മൾ കച്ചപ്പ് ഉപയോഗിക്കുന്നു, കസ്റ്റാർഡ്, ഇത് മസ്റ്റാർഡ് കസ്റ്റാർഡാണ്. ഇതിന് പകരം മൈനസ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. മൈനസാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. ഇന്ന് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഈ കസ്റ്റേർഡ് ഇതാണ്, ഇത് അടിക്കുന്നത്. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാണ്? പിന്നെ തക്കാളി, ടൊമാറ്റോ റൗണ്ട് കട്ട് ചെയ്തത്, ക്യാപ്സിക്കം റൗണ്ട് കട്ട് ചെയ്തത്, കസ് ഏതായാലും മതി, അമേരിക്കൻ കസോ സാധാ കസോ ഏതായാലും മതി. നമ്മൾ ഉണ്ടാക്കാൻ പോകും. ഓക്കെ, ആദ്യമായിട്ട് കുബൂസ് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ദോശക്കല്ലിൻ്റെ മുകളിൽ ഒന്ന് കമഴ്ത്തി വെക്കണം. കമഴ്ത്തി വയ്ക്കുമ്പോഴത്തേനും ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നല്ല ചൂടുള്ള തവയാണെങ്കിൽ നല്ല ബ്രൗൺ കളർ വരും. ആ ബ്രൗൺ കളർ വരുമ്പോൾ ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സോസ് അതിന് മുകളിലേക്ക് ആഡ് ചെയ്യുന്നു. ഇതിന് പകരം മൈനസ് ആയാലും കുഴപ്പമില്ല. മസ്റ്റാർഡ് സോസ് ആണെങ്കിൽ നമുക്ക് ഒത്തുകൂടെ ടേസ്റ്റ് ആയിട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ലഹം മട്ടണാണ്, മട്ടൺ ബർഗറാണ്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മുടെ സലീം ഷെഫ് നമുക്ക് വേണ്ടി ബർഗർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പണിയിലാണ്. നമുക്ക് നാട്ടിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നമുക്ക് പുറത്ത് പോയി വാങ്ങി കഴിക്കണമെന്നില്ല. നമുക്ക് ബന്ന് കടകളിൽ കിട്ടും. അതിൻ്റെ മീറ്റ് എല്ലാം കടകളിൽ കിട്ടുന്ന സാധനമാണ്. ഓക്കെ, ഈ സലാഡ് വെച്ചതിന് ശേഷം പിന്നെ അതിൽ ഈ ടൊമാറ്റോ പേസ്റ്റ് വരുന്നു. ടൊമാറ്റോ പേസ്റ്റ് അല്ല, കച്ചപ്പാണ് അല്ലേ? ഓക്കെ, കച്ചപ്പ് ഉപയോഗിക്കണം അല്ലേ? ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞ് ഇതിനെ അടച്ച് ഇതെല്ലാം വെച്ചതിന് ശേഷം പിന്നെ ഒന്നും കൂടി നമ്മൾ ചൂടാക്കണം. ഇത് തവയ്ക്കകത്ത് തന്നെ ആ ദോശക്കല്ലിൻ്റെ പുറത്ത് തന്നെ വെച്ചൊക്കെ ചൂടാക്കിയാൽ മതി. അത് എത്ര സമയം ചൂടാക്കണം നമ്മൾ? അതൊരു നല്ല ചൂടുള്ള തവയല്ലേ, ഒരു 2 സെക്കൻഡോ 3 സെക്കൻഡോ മാത്രം വെച്ചിങ്ങ് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഷെഫ് ഇതെല്ലാം നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. ബർഗറിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മളത് ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ടേസ്റ്റി ആയിട്ട് കഴിക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ബർഗറുകളെല്ലാം നമ്മളൊരു കല്ലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം അത് കല്ലിൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് വെച്ചിട്ട് എടുത്താൽ മതി. ആദ്യം നേരെ വെക്കുക, അത് കഴിഞ്ഞ് അത് തിരിച്ചു വെക്കണം അല്ലേ? അത് ചൂടായി കഴിഞ്ഞാൽ തിരിച്ചു വെക്കണം. ഓവനില്ലാതെ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു നല്ല ടേസ്റ്റിയാണ് സാധനം. കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ബർഗർ റെഡിയായി കഴിഞ്ഞു. എല്ലാം നമ്മൾ ഡിഷിലോട്ട് സെർവ് ചെയ്യാണ്.
നമുക്ക് ബർഗർ ഉണ്ടാക്കിയെടുക്കാൻ 5 മുതൽ 10 മിനിറ്റ് സമയം വരെയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഷെഫ് ഉണ്ടാക്കിയ ബർഗർ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് എന്തുകൊണ്ടും സ്നാക്സ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന വിഭവം തന്നെയാണ്. സൂപ്പർ ടേസ്റ്റാണ് സാധനം. ഷെഫ് ഉണ്ടാക്കിയ ബർഗറാണ് നമ്മൾ ഇപ്പോൾ ഇതുവരെ കണ്ടത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് കൂടുതൽ വലിയ ജോലിയില്ല, കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിള്ളേർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പിള്ളേർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ബർഗറായത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വിഭവമായി നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കണ്ടുമുട്ടും. ഓക്കെ, അതുവരെ എല്ലാവർക്കും